നാർസിസ്റ്റിക് പാരന്റ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള രണ്ട് റോളുകൾ കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ഒരു ഗോൾഡൻ ചൈൽഡ് ആയിട്ടും സ്കേപ്പ് ഗോട്ട് ചൈൽഡ് ആയിട്ടും കുട്ടികളെ കാണുന്നത് എന്തിനാണ് അങ്ങനെ ഒരു റോൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്? അത് പിന്നീട് എങ്ങനെയാണ് ഈ കുട്ടികളെ മെന്റൽ ഹെൽത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്, എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്? ഇതെങ്ങനെയാണ് ഒരു പവർ കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമിലിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നാർസിസ്റ്റിക് ഡൈനാമിക്സ് ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വരുത്തുന്ന വീഡിയോ ആയിരിക്കും ഇത്. പലപ്പോഴായിട്ട് നിങ്ങൾ ഈ ചാനലിൽ എന്നോട് ചോദിച്ചിട്ടുള്ള, നേരിട്ട് ചോദിച്ചിട്ടുള്ള, കമന്റുകളിൽ ചോദിച്ചിട്ടുള്ള ഒരുപാട് നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കെല്ലാം ഉത്തരം അടങ്ങിയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനം വരെയും കാണുക. ഈ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ ലോകത്തെ കാണുന്നത് എയ്തർ ബ്ലാക്ക് ഓർ വൈറ്റ് എന്നുള്ള രീതിയിലാണ്. എന്ന് വെച്ചാൽ ഒന്നുകിൽ കംപ്ലീറ്റ്ലി ഗുഡ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ബാഡ് എന്നുള്ള രീതിയിലാണ് അവർ ലോകത്തെ കാണുന്നത്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യനിൽ ഗുഡും ബാഡുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാമെന്നും നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ ഒരേ സമയത്ത് ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് കാണാനുള്ള കഴിവുള്ളവരല്ല നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ. അതായത് ഒരു ഗ്രേ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ കാണാനുള്ള കഴിവ് ഇവർക്കില്ല. ഇവർ ഒന്നുകിൽ അങ്ങേയറ്റം നല്ലത് അല്ലെങ്കിൽ അങ്ങേയറ്റം മോശം എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് ലോകത്തെ കാണുന്നത്. ഫാമിലി സിസ്റ്റം തിയറി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാർസിസ്റ്റിക് പാരന്റ് അവരുടെ ഇന്റേണൽ കോൺഫ്ലിക്റ്റുകൾ കുട്ടിയിലേക്ക് പ്രൊജക്ട് ചെയ്ത് കൊടുക്കുന്നവരാണ്. അതായത് ഇപ്പോൾ അവരെ കുറിച്ച് തന്നെ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതായത് അവരുടെ ഈഗോ, അവർക്ക് ടാലന്റ് ഉണ്ടെന്ന് അവർ കരുതുന്ന കാര്യങ്ങൾ, പിന്നെ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനുള്ള അവരുടെ ഒരു ഡിസയർ, ഈ കാര്യങ്ങളെല്ലാം അവർ ഗോൾഡൻ ചൈൽഡിലേക്കാണ് പ്രൊജക്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നാൽ അവർ ഹെയ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അവരുടെ ഡീപ്പായിട്ടുള്ള ഷെയിം, അവരുടെ ഫെയിലിയേഴ്സ്, അവരുടെ ഇൻസെക്യൂരിറ്റീസ്, ഇത്തരം കാര്യങ്ങളൊക്കെ അവർ പ്രൊജക്ട് ചെയ്യുന്നത് സ്കേപ്പ് ഗോട്ട് ആയിട്ടുള്ള കുട്ടിയിലേക്കായിരിക്കും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു ഡിവൈഡഡ് കിങ്ഡം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പാരന്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ രണ്ട് കുട്ടികളെയും രണ്ട് രീതിയിൽ അസൈൻ ചെയ്ത് കൊടുത്തുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്തുകൊണ്ട് ട്രയാങ്കുലേഷൻ എന്ന് പറയുന്ന നാർസിസ്റ്റുകളുടെ ഒരു ഫുൾ കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ടാക്ടിക് ചെയ്തുകൊണ്ടായിരിക്കും ഈ പാരന്റ് ഈ കുട്ടികളെ റേസ് ചെയ്യുന്നത്. ഒന്നാമതായി നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഗോൾഡൻ ചൈൽഡിനെ കുറിച്ചാണ്. പെർഫെക്ഷൻ താങ്ങിക്കൊണ്ട് ജീവിക്കുന്നവർ. ഇവിടെ ചോസൺ വണ്ണായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഗോൾഡൻ ചൈൽഡിനെയാണ്. ഗോൾഡൻ ചൈൽഡ് ആണ് ഫാമിലിയുടെ പ്രൈഡ് ആയിട്ട് ഈ ഫാമിലി മറ്റുള്ളവർക്ക് മുന്നിൽ റിഫ്ലക്ട് ചെയ്ത് കാണിക്കുന്നത്. ഗോൾഡൻ ചൈൽഡിനെ കുറിച്ചാണ് ഈ പറയുന്ന നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരന്റ് എപ്പോഴും മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ ഭയങ്കരമായിട്ട് പൊക്കി പറയുന്നതും പൊങ്ങച്ചം പറയുന്നതും ക്രെഡിറ്റ് എടുക്കുന്നതും. ഈ ഗോൾഡൻ ചൈൽഡിനെ കംപ്ലീറ്റ്ലി നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി അവരുടെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് കാണുന്നത്. അല്ലാതെ ഒരിക്കലും അവരെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് കാണുന്നില്ല. അതായത് ഇവിടെ ഗോൾഡൻ ചൈൽഡിന്റെ സക്സസ്സുകളെല്ലാം പാരന്റിന്റെ സക്സസ് ആണ്. ഇവിടെ ഗോൾഡൻ ചൈൽഡിന്റെ റോൾ എന്താണ്? ഗോൾഡൻ ചൈൽഡ് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം. പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ പാരന്റിന്റെ ഫേവർ ഈ ഗോൾഡൻ ചൈൽഡിൽ കിട്ടുകയുള്ളൂ. അതിന്റെ റിയാലിറ്റി എന്താണ്? ഇതിന്റെ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോൾഡൻ ചൈൽഡ് എന്ന് പറയുന്നത് അനുഭവിക്കുന്നത് ഒരു കണ്ടീഷണൽ റിഗാർഡാണ്, അല്ലാതെ സ്നേഹം എന്ന് പറയുന്ന കാര്യമേ അല്ല. ഈ നാർസിസ്റ്റിന് ഒരാളെയും സ്നേഹിക്കാനുള്ള കഴിവില്ല, അവർക്ക് റിയൽ എമ്പതി ഇല്ല. അവർ കണ്ടീഷണൽ ആയിട്ടുള്ള ഒരു റിഗാർഡാണ് ഈ ഗോൾഡൻ ചൈൽഡ് കൊടുക്കുന്നത്. അതായത് നീ എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കുമോ അത്രത്തോളം കാലം നിനക്ക് എൻ്റെ നിന്ന് ഫേവേഴ്സ് കിട്ടും എന്ന രീതിയിലുള്ള വളരെ കണ്ടീഷണൽ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു റേസിംഗ് ആണ് ഇവർ ഗോൾഡൻ ചൈൽഡിന് കൊടുക്കുന്നത്. എങ്ങാനും ഈ ഗോൾഡൻ ചൈൽഡ് ഫെയിൽ ആവുകയോ ഈ പാരന്റിനെതിരെ സംസാരിക്കുകയോ സ്വന്തം ഐഡന്റിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ പാരന്റ് ഈ ഗോൾഡൻ ചൈൽഡിനെ പണിഷ് ചെയ്യും. ഈ ഗോൾഡൻ ചൈൽഡിന് കൊടുക്കുന്ന ഫേവേഴ്സ് വിഡ്രോ ചെയ്യും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഈ ഗോൾഡൻ ചൈൽഡിന്റെ റോള് വിട്ടുകൊടുക്കാതെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, വീണ്ടും പാരന്റിനെ ഫേവർ ചെയ്തുകൊണ്ട് തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഗോൾഡൻ ചൈൽഡ് ആയി തന്നെ വളർന്നു വരും. നമ്മുടെ നാട്ടിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഞ്ചിനീയറോ ഡോക്ടറോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഉന്നതമായിട്ടുള്ള പദവികൾ കിട്ടുന്ന നാർസിസ്റ്റിക് ഫാമിലികളിലെ കുട്ടികളെ ഈ രീതിയിൽ തന്നെയാണ് നാർസിസ്റ്റിക് ഫാമിലിയിലെ NPD ഉള്ള പാരന്റ് ട്രീറ്റ് ചെയ്യുന്നത്. എല്ലാം അവരുടെ സക്സസ് ആണ്, അവർ കാരണമാണ് ഈ കുട്ടിക്ക് സക്സസ് എല്ലാം ഉണ്ടായത്. ഇപ്പൊ ഇവിടെ ഗോൾഡൻ ചൈൽഡിന് ഒരു രീതിയിൽ ഇത് ലക്കായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും ഇത് ശരിക്കും ഒരു ഗോൾഡൻ കേജ് തന്നെയാണ്. ഒരു മിസ്റ്റേക്ക് പോലും വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇമ്മൻസ് ആയിട്ടുള്ള പ്രഷർ ആയിരിക്കും ഗോൾഡൻ ചൈൽഡിന് ചെറിയ പ്രായത്തിൽ തന്നെ നേരിടേണ്ടി വരുന്നത്. ഇത് രണ്ട് രീതിയിൽ ഗോൾഡൻ ചൈൽഡിനെ എഫക്ട് ചെയ്യും. അവരിൽ സിവിയർ ആയിട്ടുള്ള ആങ്സൈറ്റി ഉണ്ടാക്കും. ഇത്തരത്തിൽ സിവിയർ ആയിട്ടുള്ള ഒരു ആങ്സൈറ്റി ഉണ്ടായി വരുന്നതിനെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗോൾഡൻ ചൈൽഡ് ചിലപ്പോൾ നാർസിസ്റ്റിക് ട്രേറ്റ്സ് അവരിൽ ഉണ്ടായി വന്നേക്കാം. അവർ ഈ നാർസിസ്റ്റിക് പാരന്റിനെ മിറർ ചെയ്ത് അതൊരു ഡിഫൻസ് മെക്കാനിസം ആക്കി മാറ്റിയേക്കാം. അതുകൊണ്ടാണ് ഗോൾഡൻ ചൈൽഡ് ആയിട്ട് വളർന്നു വരുന്നവരിൽ നാർസിസ്റ്റിക് ട്രേറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലെങ്കിൽ റിസ്ക് ഉണ്ട് എന്ന് പറയുന്നത്. എന്നാൽ എല്ലാ ഗോൾഡൻ ചൈൽഡ്സിലും നാർസിസ്റ്റിക് ട്രേറ്റ്സ് ഉണ്ടായി വരണമെന്നില്ല, അവർ NPD ആകണമെന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. രണ്ടാമത്തേത് ദ സ്കേപ്പ് ഗോട്ട് ചൈൽഡ്. നാർസിസ്റ്റുകൾ കൊണ്ടിടുന്ന എല്ലാ വേസ്റ്റുകളും താങ്ങി ജീവിക്കേണ്ടി വരുന്നവർ. ഇതിന്റെ അതർ സൈഡിലാണ് സ്കേപ്പ് ഗോട്ട് ചൈൽഡ് എന്ന് പറയുന്ന കുട്ടി വരുന്നത്. സ്കേപ്പ് ഗോട്ട് ചൈൽഡിന് ഒരു രീതിയിൽ ബ്ലാക്ക് ഷീപ്പ് എന്ന് വിളിക്കുന്ന ഇത്തരത്തിൽ സ്കേപ്പ് ഗോട്ട് ചൈൽഡിനാണ്, സ്കേപ്പ് ഗോട്ട് ആവുന്ന ബലിയാടാകുന്ന കുട്ടികളെയാണ്. ഈ ബലിയാടായിട്ടുള്ള കുട്ടി എന്ന് പറയുന്നത് എന്ത് ചെയ്താലും നോട്ട് ഗുഡ് ഇനഫ്, ഒന്നും
നാർസിസിസ്റ്റിനെ തൃപ്തിപ്പെടുത്തുന്നില്ല, എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല എന്നുള്ള അവസ്ഥയിലാണ് ഈ കുട്ടികൾ വളർന്നു വരുന്നത്. ഇവിടെ സ്കേപ്പ് ഗോട്ട് ചൈൽഡിന്റെ റോൾ എന്താണ്? ഫാമിലിയുടെ എല്ലാ പ്രശ്നങ്ങളും അവർ കാരണമാണ് ഉണ്ടാകുന്നത്. ഇതിന്റെ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നാർസിസിസ്റ്റിന്റെ സർവൈവൽ മെക്കാനിസം ആണ്. അവരുടെ സർവൈവൽ മെക്കാനിസത്തിന്റെ ഭാഗമായിട്ട് എന്ത് ബ്ലെയിം വന്നാലും അത് ഒരാളിലേക്ക് അവർക്ക് കൊണ്ടുവന്നിടണം. അതിന്റെ ഉത്തരവാദിത്വം ഒരിക്കലും അവർക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് പ്രശ്നങ്ങൾ ഫാമിലിയിൽ ഉണ്ടാകുന്നെങ്കിലും ഒരാൾ അവിടെ ബ്ലെയിം ചെയ്യാനുണ്ടെങ്കിൽ നാർസിസിസ്റ്റിന്റെ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. അവരെ ബ്ലെയിം ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഒരു രീതിയിലും അവരിലേക്ക് റെസ്പോൺസിബിലിറ്റിയോ ചോദ്യങ്ങളോ വരില്ല. ഒരിക്കലും സ്വന്തം ടോക്സിക് ബിഹേവിയറിന്റെ ഉത്തരവാദിത്വം എടുക്കേണ്ട ആവശ്യവുമില്ല. ബ്ലെയിം ചെയ്യാൻ ഒരാളുണ്ടല്ലോ എപ്പോഴും. നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളിൽ വളരെ സെൻസിറ്റീവ് എന്ന് പറയുന്ന, എന്ത് പറഞ്ഞാലും നമുക്ക് ദേഷ്യമാണെന്ന് പറയുന്ന, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നെന്ന് പറയുന്ന, ഈ പറയുന്ന റിബൽ ആണെന്ന് പറയുന്ന രീതിയിലുള്ള കുട്ടികളാണ്, നാർസിസ്റ്റിക് ഫാമിലികളിലെ കുട്ടികളാണ് സ്കേപ്പ് ഗോട്ട് ആവാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത, ബലിയാടാവാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത. കാരണം ഈ കുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ ഈ പാരന്റിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള ടോക്സിക് ട്രേറ്റ്സ് തിരിച്ചറിയാൻ കഴിവുള്ളവരാണ്, അത് വിളിച്ചു പറയുന്നവരാണ്, അതിനെ എതിർക്കുന്നവരാണ്, സത്യം വിളിച്ചു പറയുന്നവരാണ്. ഇപ്പൊ ഫാമിലി എന്തെങ്കിലും ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിടുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സോഷ്യൽ എംബാരസ്മെന്റ് ഫാമിലിക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഒരു നാണക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതെല്ലാം ഈ സ്കേപ്പ് ഗോട്ട് ആയിട്ടുള്ള കുട്ടിയുടെ തലയിൽ കൊണ്ടുവന്നിടും. ഈ കുട്ടി കാരണമാണ് ഇതെല്ലാം ഉണ്ടായതെന്ന് വരുത്തി തീർക്കും, അവരെ വേദനിപ്പിക്കും, അവരെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കും. നമ്മൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ കാരണമാണ്, നിന്റെ പ്രശ്നങ്ങൾ കാരണമാണ്. അതവിടെ ഈ കുട്ടി ചെയ്ത കാര്യങ്ങളുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവണമെന്നില്ല. പക്ഷെ ബ്ലെയിം മുഴുവനും ഈ കുട്ടിയുടെ തലയിലായിരിക്കും. മൂന്നാമത്തേത് നാർസിസിസ്റ്റിന്റെ ട്രയാങ്കുലേഷൻ എന്ന മാരകായുധം. ഇവിടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരന്റ് ഈ രണ്ട് കുട്ടികളെയും ഈ കോൺഫ്ലിക്റ്റ് സിറ്റുവേഷനിലായിരിക്കും എപ്പോഴും നിർത്തിയിട്ടുണ്ടായിരിക്കുക. രണ്ട് കുട്ടികളെയും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രയാങ്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവര് ഗോൾഡൻ ചൈൽഡിനെ സ്കേപ്പ് ഗോട്ട് ആയിട്ടുള്ള കുട്ടിയുടെ മുന്നിൽ വെച്ച് പ്രൈസ് ചെയ്യുകയും ചെയ്യും, സ്കേപ്പ് ഗോട്ട് ആയിട്ടുള്ള കുട്ടിയെ ഗോൾഡൻ ചൈൽഡിന്റെ മുമ്പിൽ വെച്ച് അങ്ങേയറ്റം ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യും. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ സിബ്ലിങ്സ് ഒരിക്കലും ഒരുമിച്ചാവാൻ പാടില്ല, യുണൈറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ പാരന്റ് ഇത്തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് പാരന്റ് ആണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കാൻ തന്നെ സമയം എടുക്കും. കാരണം അവരെപ്പോഴും ഒരു കമ്പാരിസൺ ഗെയിമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാവുന്നത്. ഒരു ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന കാര്യമില്ലേ, അത് തന്നെയാണ് നാർസിസിസ്റ്റ് ഇവിടെ പയറ്റുന്നത്. ആ നാർസിസിസ്റ്റ് ആയിട്ടുള്ള പാരന്റിനെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുത്താലേ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ കിട്ടൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. കാരണം അങ്ങനെയാണെങ്കിലേ അവർക്ക് അവിടെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നിങ്ങളിത് അറിഞ്ഞിരിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണ്, എന്തുകൊണ്ടാണ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ഈ ഡൈനാമിക്സ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. കാരണം ഇത് നിങ്ങളുടെ ക്യാരക്ടറായിട്ട് തന്നെ മാറിയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ സർവൈവൽ സ്ട്രാറ്റജിയെ, കോപ്പിംഗ് മെക്കാനിസത്തിനെ ഒക്കെ ഡയറക്ട്ലി എഫക്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ അങ്ങോട്ട് ജീവിക്കുന്ന ജീവിതത്തിലുള്ള നിങ്ങൾ ഉണ്ടാക്കുന്ന റിലേഷൻഷിപ്പുകളെയും നിങ്ങളുടെ ക്യാരക്ടറിനെയും തന്നെ ബാധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പൊ നിങ്ങൾ ഇതിൽ സ്കേപ്പ് ഗോട്ട് ചൈൽഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ക്രോണിക് ആയിട്ടുള്ള ഷെയിം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഷെയിം കാരണം നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് വളരെ ലോ ആയിട്ടുള്ള സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ നാർസിസ്റ്റിക്കുള്ള ഫാമിലി എന്തെങ്കിലും അപകടത്തിൽ പെടുമ്പോൾ അവരെ രക്ഷിക്കാനുള്ള ഒരു ദൗത്യം നിങ്ങൾക്കാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾ വളർന്നു വരുന്നത്. അത്തരത്തിലൊരു കടപ്പാടിന്റെ ട്രാപ്പിൽ പെട്ട് വളർന്നു വരുന്നവരായിരിക്കും നിങ്ങൾ. നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ നിങ്ങളെ സ്നേഹിക്കപ്പെടുള്ളൂ എന്ന് വിശ്വസിച്ചായിരിക്കും നിങ്ങൾ വളർന്നു വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കോംപ്ലക്സ് PTSD പോലൊരു കണ്ടീഷൻ കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം നിങ്ങൾ വളർന്നു വരുന്ന അത്രയും കാലം ഈ ഫാമിലിയുടെ പഞ്ചിങ് ബാഗ് ആയിട്ട് നിങ്ങളാണ് അവർ ഇടിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ, അത്രയും ട്രോമാസിലൂടെ നിങ്ങൾ കടന്നു വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ കോപ്പിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് നിങ്ങളിൽ കോംപ്ലക്സ് PTSD ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നേരെ മറിച്ച് നിങ്ങൾ ഒരു ഗോൾഡൻ ചൈൽഡ് ആയിട്ടാണ് വളർന്നു വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എൻമെഷ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് വലയിൽപ്പെട്ട പോലെ കിടക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സെൽഫ് ഇല്ല എന്നുള്ള രീതിയിൽ, ആ രീതിയിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. എപ്പോഴും മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളുമായിട്ട് ബൗണ്ടറീസ് വെക്കാൻ നിങ്ങൾക്ക് വളരെ പാടായിരിക്കും. കാരണം ഈ നാർസിസ്റ്റിക് പാരന്റ് നിങ്ങളെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ വർത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ബാക്കിയുള്ളവരെ പ്ലീസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡൻ ചൈൽഡ് ആയിട്ടിരിക്കുന്ന കുട്ടികളാണ് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളിൽ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ വീണ്ടും അട്രാക്ട് ചെയ്ത് ലൈഫിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതലുള്ളത്. ഇവിടെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഒരു ഫാമിലിയിൽ ഇത് റിജിഡ് ആയിട്ടുള്ള റൂൾസ് ഒന്നുമല്ല. അതായത് നാർസിസ്റ്റിക് ഫാമിലികളിൽ ഓരോ ഫാമിലികളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഡൈനാമിക്സ് എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പൊ ഒരു ഫാമിലിയിൽ രണ്ട് കുട്ടികളാണെങ്കിൽ ഈ രണ്ട് കുട്ടികളും ഗോൾഡൻ ചൈൽഡ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയുള്ള ഫാമിലികളും NPD ഫാമിലികളിൽ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ രണ്ട് കുട്ടികളും സ്കേപ്പ് ഗോട്ട് ചൈൽഡ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യവും കണ്ടുവരുന്നുണ്ട്. ജെൻഡർ ഒരു ഫാക്ടറാണ്. സാധാരണഗതിയിൽ ആൺകുട്ടികൾ, രണ്ട് ആൺകുട്ടികളുള്ള ഫാമിലി ആണെങ്കിൽ രണ്ട് ആൺകുട്ടികളും ഗോൾഡൻ ചൈൽഡ് ആയിട്ടിരിക്കുന്ന ഫാമിലികൾ ഒരുപാട് സമൂഹത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് പേര്
പെൺകുട്ടികളാണെങ്കിൽ 2 പെൺകുട്ടികളും സ്കേപ്പ് ഗോട്ടുകളായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഫാമിലികൾ കാണുന്നുണ്ട്. ജെൻഡർ ഒരു ഫാക്ടറാണ്. അതിനൊപ്പം തന്നെ ഈ നാർസിസ്റ്റിക് പാരന്റിന്റെ ഈഗോയെ എത്രത്തോളം ഈ കുട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടി എത്രത്തോളം ഈ നാർസിസ്റ്റിനെ മിറർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഒരു ഗോൾഡൻ ചൈൽഡ് സ്കേപ്പ് ഗോട്ട് ഡൈനാമിക്സ് ഇരിക്കുന്നത്. എങ്ങനെയാണ് ഈ സൈക്കിളിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കുക? ഇതിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്ന കാര്യം സ്വയം ചെയ്യണം. ഇവിടെ ഹീലിംഗിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ റോൾസ് നിങ്ങൾക്ക് അസൈൻ ചെയ്ത് തന്നതാണ് ഈ പാരന്റ്, NPD ഉള്ള പാരന്റ്. ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നിങ്ങളുടെ വെർത്തിന് ഇതുമായിട്ട് ഡയറക്ട്ലി ബന്ധമൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം കമ്പാരിസൺ പൂർണ്ണമായിട്ട് നിങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഈ കമ്പാരിസൺ ചെയ്താണ് നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഒരു കാര്യവും നിങ്ങളുടെ എന്ത് കാര്യവും ആരുമായിട്ടും കമ്പയർ ചെയ്യരുത്. പ്രത്യേകിച്ച് നിങ്ങൾ സ്കേപ്പ് ഗോട്ട് ചൈൽഡ് ആണെങ്കിൽ നിങ്ങൾ ഗോൾഡൻ ചൈൽഡുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യരുത്. ഈ 2 പേർക്കും 2 യുണീക്ക് ആയിട്ടുള്ള സ്ട്രഗിൾസ് ആണുള്ളത്. നിങ്ങൾ 2 പേരും ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെയിനുകൾ വഴിയാണ്, 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെങ്ങലകളാണ് നിങ്ങളെ ബന്ധിതരാക്കിയിട്ടുള്ളത്. ആ രീതിയിലാണ് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള കോപ്പിംഗ് സ്ട്രാറ്റജിയിലാണ് നിങ്ങൾ 2 പേരും വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ 2 പേർക്കും ഹീലിംഗിന് സൊല്യൂഷൻസും 2 രീതിയിലാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ കമ്പയർ ചെയ്യുന്ന കാര്യം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുക. മൂന്നാമത്തേത് ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ലോ കോണ്ടാക്ട് ആണോ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് ആണോ പോകാൻ സാധിക്കുക, അതെങ്ങനെയായിരുന്നാൽ തന്നെയും ഈ ഫാമിലിയുടെ NPD ആയിട്ടുള്ള പാരന്റ്സിന്റെ പ്രൊജക്ഷനിൽ നിന്നും നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. നിങ്ങളല്ലാതെ നിങ്ങൾക്ക് പുറത്ത് മറ്റേതൊരു വ്യക്തിയുടെയും, അത് ആരോ ആയിക്കോട്ടെ, നിങ്ങളുടെ പാരന്റ് ആയിക്കോട്ടെ, ഇനി ഏത് ദൈവവും ആയിക്കോട്ടെ, അവരുടെ ഷെയിമിൽ നിന്നുള്ള മാലിന്യം കൊണ്ടുവന്നിടാനുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രമൊന്നും അല്ല നിങ്ങൾ. അതിനുവേണ്ടി ഒരിക്കലും നിങ്ങൾ നിന്ന് കൊടുക്കരുത്. ഇനി പലപ്പോഴും ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, ഈ ഗോൾഡൻ ചൈൽഡിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ട്രേറ്റ് ഉണ്ടാവുമോ, നാർസിസ്റ്റിക് ആയിട്ട് ആയിരിക്കുമോ, ഗോൾഡൻ ചൈൽഡ് എല്ലാം NPD ആവുമോ എന്നുള്ള ഒരു കാര്യം. നിങ്ങൾ തീർച്ചയായിട്ടും ഈ നാർസിസ്റ്റിക് ട്രേറ്റ്സ് എല്ലാം അവരിലുണ്ടോ എന്നുള്ളത് ഒബ്സർവ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസും കൂടെ എടുത്ത് ഇവർക്ക് NPD ഉണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നോക്കാനുള്ളത്, ഈ ഗോൾഡൻ ചൈൽഡ് ആയിട്ട് വളർന്നു വന്ന കുട്ടി അവരുടെ സ്വഭാവത്തിനുള്ള റെസ്പോൺസിബിലിറ്റി എടുക്കുന്നുണ്ടോ, അവർ സ്വയം ചേഞ്ച് ചെയ്യാൻ തയ്യാറാവുന്നുണ്ടോ, ഉത്തരവാദിത്തം എടുക്കാൻ തയ്യാറാവുന്നുണ്ടോ, തെറാപ്പിക്ക് തയ്യാറാവുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ കുട്ടിയിൽ ഒബ്സർവ് ചെയ്യേണ്ടതാണ്. ഇവർ അഡൾട്ടായിരിക്കുമ്പോഴും ഈ സ്വഭാവങ്ങൾ ഇവർ നിലനിർത്തുന്നുണ്ടോ, ആ രീതിയിൽ മിറർ ചെയ്താണോ ഇവരുടെ കോപ്പിംഗ് മെക്കാനിസം വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കൾച്ചറിൽ എപ്പോഴും നമ്മുടെ സമൂഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ ഫാമിലിയോട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, പാരന്റ്സിനോട് അഡ്ജസ്റ്റ് ചെയ്യ്, പാരന്റ്സിന്റെ കൂടെ നിൽക്കുക, പാരന്റ്സിനോട് ക്ഷമ കൊടുക്കുക, അവർ പാരന്റ്സ് അല്ലേ, ക്ഷമിച്ചു കൊടുക്കുക, അവരുടെ ഒപ്പം നിൽക്കുക എന്നുള്ള രീതിയിലായിരിക്കും. നിങ്ങളെ സിക്കാക്കിയ അതേ എൻവയൺമെന്റിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഹീലാകാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തിൽ നിന്നും ആ ഡൈനാമിക്സിൽ നിന്നും മാറി വന്നാൽ മാത്രമേ നമ്മുടെ ഹീലിംഗ് ആക്ച്വലി സംഭവിക്കുകയുള്ളൂ എന്നുള്ള റിയാലിറ്റി നിങ്ങൾ ഉൾക്കൊണ്ടിരിക്കണം. നിങ്ങൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് വേണം കാണാൻ, ഒരു സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് വേണം കാണാൻ. ഈ ഫാമിലിയുടെ പാർട്ടായിട്ടല്ല, ഈ ഫാമിലിക്ക് എൻമെഷ്ഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിലല്ല. അത് പ്രത്യേകം മനസ്സിലാക്കുക. നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ റിക്കവർ ചെയ്തേണ്ട ഒരു കാര്യമാണ്. ഇതിന്റെ പുറത്ത് വന്ന് നിന്നിട്ട് നമ്മളുടെ ഇൻഡിവിജ്വൽ സെൽഫിനെ, ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ഡെവലപ്പായി വരാത്ത നമ്മുടെ ആ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരമായി കണ്ടുകൊണ്ട് ഇതിൽ നിന്നും പുറത്തു നിന്നുകൊണ്ട് വേണം നിങ്ങളുടെ ഹീലിംഗ് യാത്ര നിങ്ങൾ ആരംഭിക്കാനായിട്ട്. നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തെ കാമാക്കി കൊണ്ടുവന്ന് നിങ്ങളുടെ ഹീലിംഗിൽ മുന്നോട്ട് വരാനായിട്ട്. ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ പ്രൊജക്ഷനിലല്ല നിങ്ങളുടെ വെർത്ത് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ വെർത്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഹീലിംഗിലേക്ക് വന്ന ശേഷം, ഈ ഫാമിലിയിൽ നിന്നും നോ കോണ്ടാക്റ്റിലേക്ക് നിങ്ങൾ വന്ന ശേഷം നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന ആ ഒരു ജീവിതത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ്. നിങ്ങൾ ഇതിൽ നിന്നും മാറി വന്ന് എത്രത്തോളം നാച്ചുറിംഗ് ആയിട്ടുള്ള സ്പേസിൽ ഇരിക്കുമോ, എത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യരെ നിങ്ങൾ ജീവിതത്തിൽ കൂടെ കൂട്ടുമോ, അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുമോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങളുടെ ഹീലിംഗ് വരുന്നത്, നിങ്ങളുടെ ഹീലിംഗ് സംഭവിക്കുന്നത്. നാർസിസ്റ്റിക് അബ്യൂസ് വിക്ടിംസ് ആയിട്ട് ഇരിക്കുന്ന, NPD വിക്ടിംസ് ആയിട്ട് ഇരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ എടുക്കുന്ന 1-on-1 സെഷൻസ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു 60 പേരിൽ മേളിലേക്കുള്ളവരിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 1-on-1 സെഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ ഉണ്ടായിരിക്കും. എൻ്റെ ലാസ്റ്റ് വീഡിയോസിന്റെ എല്ലാം കമന്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ 1-on-1 സെഷൻ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങളത് വായിച്ചു നോക്കി രജിസ്റ്റർ ചെയ്ത് ഈ സെഷന്റെ ഭാഗമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനുള്ള ഒരു അവസരമായി കണ്ടുകൊണ്ട്, നിങ്ങൾക്ക് ഹീൽ ചെയ്യാനുള്ള ഒരു അവസരമായി കണ്ടുകൊണ്ട് ഈ സെഷന്റെ ഭാഗമാകുക. അപ്പോൾ നിങ്ങളുടെ ഫാമിലി സൈക്കിളിൽ നിങ്ങളുടെ റോൾ എന്തായിരുന്നു, നിങ്ങൾ എവിടെയായിരുന്നു, എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്ത് മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ച്
എന്നെ സഹായിക്കുക. നിങ്ങൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടല്ലാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി എന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.